നമസ്കാരം. യുഎസ് ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഗവൺമെൻറ് ആർട്സ് കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയറായ പ്രൊഫസർ പത്മകുമാരി. നമസ്കാരം. നാട്ടിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയറായിട്ട് യു കെയിലെത്തിയിരിക്കുകയാണല്ലോ. യു കെയിലാരാണ്? മകനാണുള്ളത്. മകനുമായിട്ട് ഇനി ബാക്കി കാലം കഴിയുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രിൻസിപ്പൽ ആകും മുമ്പ് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? എൻ്റെ കോളേജ് ലൈഫ് ആരംഭിക്കുന്നത് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ നിന്നാണ്. 1962 ഞാൻ അവിടെ ട്യൂട്ടറായിട്ട് തുടങ്ങിയതാണ്. കോളേജ് ആദ്യമൊക്കെ ട്യൂട്ടറാണ് ഞങ്ങളുടെ പോസ്റ്റിംഗ്. പണ്ട് ട്യൂട്ടർ പോസ്റ്റിൽ അവിടെ കയറി 1 വർഷം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ലെക്ചറായിട്ട് പ്രൊമോഷനായപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ വന്നു. അവിടുന്ന് പ്രയാണം ആർട്സ് കോളേജ്, വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, സാൻസ്ക്രിറ്റ് കോളേജ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ എല്ലാ കോളേജും ആയി. അത് കഴിഞ്ഞ് വീണ്ടും മഹാരാജാസ് കോളേജിൽ വന്നു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജ്, വീണ്ടും കാലിക്കറ്റിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റായിട്ട് പോയി. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലിരുന്നു. 11 കോളേജുകളിൽ വർക്ക് ചെയ്തു. 1962 മുതൽ ഇപ്പൊ 2014 ആയി നിൽക്കുന്നു. ഒരു വലിയ കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? ധാരാളം മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇതെല്ലാം നല്ലതിന് വേണ്ടിയുള്ള മാറ്റങ്ങളായിരുന്നോ അതോ മാറ്റത്തിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ? അങ്ങനെ മൊത്തത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അടക്കി പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ഇപ്പോൾ UGCയുടെ പ്രവർത്തനം അതൊക്കെ വളരെ നല്ലതാണെങ്കിലും മൊത്തത്തിൽ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ബന്ധത്തിലും പിന്നെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതൊക്കെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന് പ്രതികൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടായിരിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഒരു ബന്ധം അതിൽ ഉലച്ചിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അയ്യോ, അതിന് ധാരാളം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആകെയുള്ളത് ഒരു പ്രേരണ ടീച്ചേഴ്സ് മാത്രമാണ്. ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ്. ഞങ്ങൾക്ക് വേറെ ശ്രദ്ധിക്കാനൊന്നുമില്ല. റേഡിയോ ഇല്ല, TV ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, കഫേ ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും ടീച്ചേഴ്സിനെ അനുകരിച്ച് അവരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ജീവിച്ച. അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. മാറ്റം വന്നപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികളെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നത് മറ്റ് ബാഹ്യശക്തികളാണ്. രാഷ്ട്രീയം പ്രധാനമായിട്ട്, പിന്നെ മറ്റ് ധാരാളം വിനോദങ്ങൾ കുട്ടികൾ കണ്ടെത്തുന്നു. അതാ ഇപ്പൊ അവരുടെ ആ കോൺസെൻട്രേഷനിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞിരുന്നത് ടീച്ചേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ റോൾ മോഡലായിട്ട് കണ്ടിരുന്നത്. അതിന് പകരം ഇപ്പൊ ഒരുപാട് ഡിവൈസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ? മാത്രമല്ല ടീച്ചേഴ്സിന്റെ സ്വാധീനം കുട്ടികളിൽ കുറഞ്ഞു വരികയും അവര് കൂടുതൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ ഹീറോ ആയിട്ട് മറ്റു പലതിനെയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് കാരണം. അത് ഒരു റോൾ മോഡലിന്റെ കാര്യം വരെയും കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമുണ്ട്. അപ്പം ജനറലി ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടല്ലോ. അപ്പം നമ്മൾ 1962 പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോളജ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടോ? കുട്ടികൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനും കാര്യങ്ങൾ അറിയാനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അത് അവരെ നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതൊന്ന്. പിന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ സിലബസിലും കാര്യത്തിലും ഇപ്പോൾ പേരൻസ് ആയാലും അവർ ശ്രദ്ധിക്കുന്നത് കുട്ടിയെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഫോർമേഷനോ അല്ലെങ്കിൽ വാല്യൂസോ അതിനെക്കുറിച്ചൊക്കെ ഇപ്പം സ്വാധീനിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിനേക്കാൾ കുട്ടിയുടെ ജോലി, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, ഇതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസം ധാരാളമുണ്ട്. സാധാരണ നമ്മളൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, എല്ലാ പേരൻസിൻ്റെയും ഉദ്ദേശം ഒന്നുകിൽ ഡോക്ടറായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇത് രണ്ടും കഴിഞ്ഞ് വേറെ ഒന്നുമില്ലല്ലോ. അതിനുവേണ്ടിയാണ് മിക്കവാറും എല്ലാ പേരൻസും ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ഇത്രയും കാലത്തെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് അല്ലേ? അതെ. അപ്പോൾ എല്ലാ കുട്ടിക്കും ഡോക്ടർ ആവാൻ പറ്റില്ല, എല്ലാ കുട്ടിക്കും എഞ്ചിനീയർ ആവാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അയാൾ ഏറ്റവും ഷൈൻ ചെയ്യുന്ന മേഖല വേറെ വല്ലതുമായിരിക്കും. ഈ പേരൻസിൻ്റെ നിർബന്ധം കാരണം ഡയറക്ഷൻ മാറിപ്പോകുന്നില്ലേ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും. അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കാനുള്ള ഉപകരണങ്ങളായി കുട്ടികൾ മാറുന്നു. അവരുടെ കഴിവുകളെ അറിയാതെ രക്ഷകർത്താക്കളുടെ ആഗ്രഹങ്ങൾ അവരെ കൊണ്ട് സാധിച്ചെടുക്കുന്നു. അതിപ്പോൾ കുട്ടിക്ക് യോഗ്യതയില്ലെങ്കിൽ അവർ പണം കൊണ്ട് അത് നേടിയെടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കോളേജിൽ ടീച്ചേഴ്സിന് ചെയ്യാവുന്നത്
അതിൻ്റെ അത് സ്കോപ്പ് വളരെ കുറവാണ് സത്യത്തിൽ. ഞാൻ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പേരൻറ്റ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ കുട്ടി മിടുക്കനാണ്, പിന്നെ ട്യൂഷന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കലിന് മാത്രം കോളേജിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രാക്ടിക്കൽ വീട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, പിന്നെ എൻ്റെ കുട്ടി പ്രാക്ടിക്കലിന് മാത്രം വന്നാൽ അറ്റൻഡൻസ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയ്ക്ക് അവർ കോളേജിൽ നിന്ന് അകന്ന് നിൽക്കുന്നു, രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം ട്യൂഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ പേരൻസിന്റെ കയ്യിൽ ഒരു ഉപകരണമായി കുട്ടികൾ മാറി തീരുന്നു. ഒരുപക്ഷെ കുട്ടികൾ അത് റിയലൈസ് ചെയ്യുന്ന വളരെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. തീർച്ചയായിട്ടും എനിക്കിതല്ലായിരുന്നല്ലോ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് പഠിച്ച കുറെ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ ടീച്ചർ? ഉണ്ട്, എഴുതിയിട്ടുണ്ട്. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഞാൻ ആദ്യം എഴുതിയത് ചെറുകഥകളാണ്. അതൊരു 62 തുടങ്ങി. 62 ചെറുകഥകളിലാണ് തുടക്കം. അന്ന് NV കൃഷ്ണവാര്യർ സാറ് മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു. ഒരു കഥ എഴുതി അദ്ദേഹത്തിന് അയച്ചു. പ്രതീക്ഷിച്ചത് മടങ്ങി വരുമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എനിക്ക് കിട്ടി. അതിലെഴുതിയിരുന്നു തുടർന്ന് എഴുതുമെന്ന്. ആ വർഷം ഞാൻ ധാരാളം കഥകൾ എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഒരു ഇടവേള വന്നു. അതായത് എനിക്ക് ജോലിയായി, ഞാൻ തലശ്ശേരിക്ക് പോയി. പിന്നെ എഴുതാനുള്ള ഒരു ധൈര്യം അന്ന് കുറച്ച് കുറവായിരുന്നു. എന്തെങ്കിലും എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഷാഡോ എന്നെക്കുറിച്ചാണ് എഴുതിയ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീരുവിനെ പോലെ ഞാനൊന്ന് പിൻവാങ്ങി നിന്നു. പക്ഷെ വീണ്ടും ഞാൻ എഴുതാൻ തുടങ്ങി. എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും എഴുതി. അപ്പോൾ ഞാൻ സ്വല്പം ആക്ഷേപഹാസ്യത്തിലേക്ക് മാറി. സറ്റയറാണ് പിന്നെ എഴുതിയതൊക്കെ. ഒരു ആദ്യത്തെ പുസ്തകം NV കൃഷ്ണവാര്യർ സാറ് തന്നെ പറഞ്ഞിട്ട് ഞാനത് ചെറുകഥാ സമാഹാരം ആക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് കൊണ്ടുപോയി കയ്യിൽ ഏൽപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യദോഷം എന്ന് പറയാം, ആ ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചത്. അതങ്ങനെ തന്നെ കിടന്നു. പക്ഷെ അവസാനം ഞാൻ അതിനെ പരീക്ഷണം എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. വീണ്ടും മൗനം മാന്യനുഭൂഷണം എന്ന് പറഞ്ഞിട്ട് ഒരു സറ്റയർ, അത് NBS പ്രസിദ്ധീകരിച്ചു. കൂടുതലും കോളേജിലെ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ആക്ഷേപഹാസ്യം എഴുതുമ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവാം. വിമർശനം വരും. പക്ഷേ ഒരു സുഖമുള്ള എന്താണെന്ന് വെച്ചാൽ, അല്ല, നമ്മൾ ഒരാളെ കുറിച്ചല്ലെങ്കിൽ അല്ല എഴുതുന്നത്, ആക്ഷേപഹാസ്യം പേഴ്സണലായിട്ടല്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെടാം. വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ചെമ്മനം ചാക്കോസ് സാറ്. എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും എഴുതിയത് സാറ്റലൈറ്റ് സരസമ്മ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പുസ്തകം എഴുതി. അതും സറ്റയറാണ്. NBS പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലണ്ടിൽ വന്ന ശേഷം എനിക്ക് ഇവിടുന്ന് കുറച്ച് പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടി. ആ സമയത്ത് എഴുതിയതാണ് കുറേ കഥകൾ, ചെറുകഥകൾ. അതിലിവിടെ എനിക്ക് ഒരു സമ്മാനമൊക്കെ കിട്ടി, ഒരു മലയാളി അസോസിയേഷൻ്റെ. അത് ദൂരെ ദൂരെ ഒരു തീരം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുകഥ. ഇവിടെ പല പ്രാവശ്യം വന്ന് ലോങ് ആയിട്ട് നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അവിടുത്തെ നാട്ടിലെ ഒരു ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളും ഒക്കെ കണ്ടിട്ടാണല്ലോ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നുന്നു പേരൻസും കുട്ടികളുമായിട്ടുള്ള ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനതൊരു ഗവേഷണ ബുദ്ധിയോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ചെയ്തത്, ഞാൻ എൻ്റെ നാട്ടിൽ ബാലവേദിയുണ്ട്, ഞാൻ തന്നെ രൂപീകരിച്ചതാണ്. അവർക്കൊരു മാസികയുണ്ട്. അതിൽ ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് എൻ്റെ കുട്ടികൾക്ക്, എന്നെ ഒരു ടീച്ചർ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് കത്തിൻ്റെ രൂപത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് എഴുതി. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇപ്പം എൻ്റെ തന്നെ ചെറുമക്കൾ ഇവിടെ ഉണ്ടല്ലോ, ആ കുട്ടികൾ ഇവിടെ വന്ന ശേഷം കുറച്ചുകൂടി ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി. കാര്യങ്ങൾ തന്നെത്താൻ നോക്കാനുള്ള പ്രാപ്തി വരുന്നു. പുറകെ അച്ഛനമ്മമാർ ഓടണ്ട. അതൊരു കഴിവ് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ പല നല്ല കാര്യങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇവിടെ ഉണ്ട്. ഒന്നാമത് റിസർവേഷൻ, ഡൊണേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പ്യുവർലി മെറിറ്റാണ്. അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യങ്ങളാണ്. ഇവിടെ നമ്മളിപ്പോൾ കാശുണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കാമെന്ന് വിചാരിക്കും. കാശുള്ളവർക്കാണല്ലേ പ്രൈവറ്റ് സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നാലും കാശുണ്ടെന്ന് വിചാരിച്ചാൽ അഡ്മിഷൻ കിട്ടത്തില്ല. അതെ, അവിടെയും മെറിറ്റാണ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം യോഗ്യതയുള്ളവർ
എത്തേണ്ടവരെ എത്തേണ്ടടുത്ത് എത്തുന്നു എന്നുള്ള ഒരു കാര്യം ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. അപ്പൊ എത്ര മാർക്ക് കുറവാണെങ്കിലും കാശുണ്ടെങ്കിൽ എവിടെ വേണം ഒരു അഡ്മിഷൻ അവരാഗ്രഹിക്കുന്ന കോഴ്സിന് ചേരാം. ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം. ഇല്ല, മകന്റെ കൂടെയാണല്ലോ താമസിക്കുന്നത്. മകൻ ഡോക്ടറാണ്. ഡോക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നു, എഞ്ചിനീയർ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് ടീച്ചറും അങ്ങനെ ആക്കിയതാണ്. അല്ല അത് ഞാൻ ആസ് എ ടീച്ചർ വീട്ടിൽ പലപ്പോഴും എൻ്റെ മകൻ പറയാറുണ്ടായിരുന്നു, അമ്മ വീട്ടിൽ ടീച്ചറാവണ്ട, അമ്മയായാൽ മതി, കോളേജിൽ ടീച്ചറായാൽ മതി. പക്ഷെ ഞാൻ ടീച്ചറായിരുന്നു വീട്ടിലും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പിന്നെ ഈ കഴിവില്ലാതെ വരുന്ന കുട്ടികളെ ഇങ്ങനെ ഒരു മെറിറ്റിലല്ലാതെ ഓരോ സ്ഥാനത്ത് എത്തുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിന് തന്നെ ദുഃഖം തോന്നാറുണ്ട്. അത് അവർക്ക് അത് അർഹതയില്ലാത്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മോനെ അതിന് പ്രേരിപ്പിച്ചിട്ടില്ല. പക്ഷേ വളരെ കൊച്ചുനാളിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ വിക്സിൻ്റെ 2 അടപ്പെടുത്തിട്ട് വയറുകൊണ്ട് സംഘടിപ്പിച്ച് അവനിങ്ങനെ പനിയുണ്ടോ എന്നൊക്കെ നോക്കി സ്വന്തമായിട്ട് ഒരു ഡോക്ടറാണുള്ള മോഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അല്ല, നമുക്ക് കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലെ അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് പേരൻസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അത് നമ്മൾ പല കുട്ടികളിലും വളരെ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാട്ട് പാടാനുള്ള കഴിവും മറ്റ് പടം വരയ്ക്കാനുള്ള കഴിവുകളും. അത് ഒരുപക്ഷെ അത് പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് അവർ പിൽക്കാലത്ത് അതായി തീരാത്തത്. അച്ഛനമ്മമാരെ പോലെ തന്നെ ടീച്ചേഴ്സിനും അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ടീച്ചറായിരിക്കുമ്പോൾ ഞാൻ പല കുട്ടികളെയും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ കഴിവിനെ അവരറിയാതെ തന്നെ കൊണ്ടു നടക്കും. പക്ഷെ ഞങ്ങൾ പോയി പറയാം, ഇപ്പോൾ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു നല്ലോണം സംസാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പ്രസംഗ മത്സരത്തിൽ അത് പേര് കൊടുക്കാൻ മടിച്ചാൽ ഞാൻ പറയാറുണ്ട്, പ്രൈസ് കിട്ടും, പേര് കൊടുക്കൂ. ഒരു പ്രാവശ്യം ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി തീർച്ചയായിട്ടും പിന്നെ അതിൽ പങ്കെടുത്തോളൂ. ഇപ്പൊ നാട്ടിലെ കോളേജ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള കോളേജിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കുരുത്തക്കേട് കുറച്ച് കൂടുതലുള്ള ഒരു സമയമാണ് ഈ കോളേജ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ അതും ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആവുക എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കുറച്ച് കൂടുതൽ. തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ? ഞാനിപ്പോ ഒരു പുസ്തകം പുതുതായി വീണ്ടും എഴുതി. ആ പുസ്തകങ്ങൾ സ്മൃതി പഥങ്ങളിലൂടെ എന്നാണ് പുസ്തകത്തിന്റെ പേര്, അച്ചടിയിലാണ്. അതിൽ എൻ്റെ 32 വർഷത്തെ കോളേജ് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഞാനൊരു പരീക്ഷണശാല പോലെയാണ് എൻ്റെ ക്ലാസ് റൂമിനെ കണ്ടിരുന്നത്. 2 കാര്യം ഞാനൊരു ടീച്ചറായപ്പോഴേ തീരുമാനിച്ചതാണ്. ഒന്ന്, ഞാൻ ഒരിക്കലും ഒരു കുട്ടിയെ ശിക്ഷിക്കില്ല. പിന്നെ ഒരു കാര്യത്തിന് ഒരു സമരത്തിൽ പങ്കെടുക്കില്ല. ഇത് 2 ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ ഞാൻ ഉദ്ദേശിച്ച പോലെ സാധിച്ചു. സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടായി കാണുമല്ലോ. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ അതൊക്കെ നേരിട്ടു. പക്ഷെ ഈ 2 കാര്യവും എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഒരിക്കലും ഞാൻ ഒരു കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വികൃതി കുട്ടികളെ ഇഷ്ടമായിരുന്നു. ഞാൻ ആർട്സ് കോളേജിൽ ഒരു 9 ബാച്ച് വരെ പ്രീ ഡിഗ്രിക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് ബാച്ച് ABC അവരെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പുകാരാണ്, മിടുക്കന്മാരാണ്. അവരെ ക്ലാസ്സിൽ ചെന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊന്ന് ചിരിക്കാൻ പോലും അവർക്ക് ഒരു ഭയമാണ്. അവരങ്ങനെ ആസ്വദിച്ചല്ല, അവരെല്ലാം ബുദ്ധിമാന്മാർ. അപ്പോൾ അതുപോലെ അടുത്ത 3 ബാച്ച് സെക്കൻഡ് ഗ്രൂപ്പാണ്. പക്ഷെ ലാസ്റ്റ് ബാച്ചിൽ ഓപ്ഷണൽസും ലാംഗ്വേജസും ഒക്കെ വരും. അവരെല്ലാം കുറച്ച് കുസൃതികളൊക്കെ ആയിരിക്കും. ഞാൻ എപ്പോഴും എനിക്ക് ആ ബാച്ച് തരാൻ പറയും. കാരണം അവിടെയാണ് ചലഞ്ച് ഉള്ളത്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് വികൃതികൾ കാണിക്കും. ഞാൻ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വികൃതികളായ പല കുട്ടികളെയും കണ്ടു കാണുന്നുണ്ട്. അതിൽ മെച്ചപ്പെട്ട നിലയിലെത്തിയ ആൾക്കാർ ധാരാളം കുട്ടികളുണ്ട്. ഞാൻ പ്രിൻസിപ്പൽ ആകുമ്പോഴും ഞാൻ പലപ്പോഴും ഈ 3rd ഗ്രൂപ്പ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അച്ഛനമ്മമാർക്ക് ലാംഗ്വേജ് ഒക്കെ എടുത്ത് വരുമ്പോഴത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ഒരു മോശമാണ് ധാരണ വരും. ഫസ്റ്റും സെക്കൻഡും കിട്ടിയില്ലേ പോക്കാണെന്നൊരു വിചാരമുണ്ട്. പക്ഷെ ഞാൻ അവരെ പേരൻസിനെ പോയി അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് സംസാരിച്ച് ഞാൻ പറയും, ഈ കുട്ടികളെ ഇപ്പോഴേ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, അവർ മിടുക്കരായി വരും. ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഇപ്പം കോമേഴ്സ് ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ക്ലാസ്സിൽ കയറാൻ മടിയാണ്, പഠിക്കില്ല, കുസൃതിയായിട്ട് എല്ലാവരും അംഗീകരിച്ചിരുന്നു. പക്ഷെ വളരെ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ഹൈ പൊസിഷനിൽ ആ കുട്ടിയെ കണ്ടു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്. പേരൻസിനെ അത്രയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് വികൃതി കാണിക്കുന്നവർക്കാണെങ്കിൽ അത് ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിചാരിക്കുന്നു, അല്ലേ? മറ്റുള്ളവരെ പേടിയില്ല, സ്വന്തം വ്യക്തിത്വം നേടാനുള്ള.
ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാട്ടിലെയും ഇവിടത്തെയും എഡ്യൂക്കേഷൻ രീതികൾ കണ്ടല്ലോ. നമ്മളെ വീട്ടിൽ തന്നെ 2 പെൺകുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് നല്ല അഭിപ്രായമാണ്. അവരുടെ കഴിവ് അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നുണ്ട്. അത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. നമ്മുടെ അവിടെ കൂടുതലും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുക, ശിക്ഷിക്കുക, അതിലാണ് അധികം താല്പര്യം കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സർട്ടിഫിക്കറ്റൊക്കെ നല്ലൊരു കാര്യം ചെയ്താൽ ഉടനെ അവർക്കൊരു മെറിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതൊരു പ്രോത്സാഹനമാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്വയം വിലയിരുത്താനും സാധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ 2 പേരക്കുട്ടികളും അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷം അവരുടെ വ്യക്തിത്വം, അവരുടെ കഴിവുകൾ തീർച്ചയായിട്ടും ഒരുപാട് വികസിച്ചു. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയത്തായിട്ട് ഒരു ടീച്ചർ ഒരു കുട്ടിയെ പട്ടിയോടൊപ്പം ഒരു കൂട്ടിൽ ഇട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഞാൻ കണ്ടു, ടിവിയിൽ കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ടീച്ചറിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവുന്നത്? അതിൻ്റെ ശരിയായ സ്ഥിതി എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ടീച്ചറാണെങ്കിൽ ഒരിക്കലും ആ മനോഭാവം ഉണ്ടാവില്ല. കാരണം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ടീച്ചേഴ്സാണ് നോക്കുന്നത്. ടീച്ചേഴ്സ് ഈ സിലബസ് തീർക്കുന്ന തൊഴിലാളികളല്ല. ടീച്ചറിന് കുട്ടികളെ സ്വാധീനിക്കാൻ ഏറ്റവും ശക്തിയുള്ളത് ടീച്ചറാണ്. കൊച്ചു കുറ്റങ്ങൾ കണ്ടാൽ അവരെ സ്നേഹത്തോടെ ഉപദേശിക്കാം. തീർച്ചയായിട്ടും നല്ല വഴിക്ക് വരും. എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ സങ്കടം തോന്നി. അല്ലെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിനോട് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന്. അതൊരു ടീച്ചറുടെ മനസ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഗോഡ് കനോട്ട് ബി എവ്രിവെയർ സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ് എന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഗോഡ് കനോട്ട് ബി എവ്രിവെയർ സോ ഹി ക്രിയേറ്റഡ് ടീച്ചേഴ്സ് എന്നാണ്. ഞാൻ ആ രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും വിശ്വാസത്തിലാണല്ലോ നമ്മൾ പേരൻസ് കുട്ടികളെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ? ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് വേറെ ഒരു സ്കെയിൽ റൂളർ വെച്ച് അടിച്ച് കൈയെല്ലാം പൊട്ടിച്ച ഒരു സംഭവം ഈ അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്നു. ഈ ടീച്ചേഴ്സിന് ഈ കുട്ടികളോടുള്ള സ്നേഹം കുറയുന്നതുകൊണ്ടാണ്. നമ്മൾ ആരായി തീരണം. ഇപ്പം ടീച്ചർ ആവുന്നത് ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. നേരത്തെ ഈ പാട്ട് പാടാൻ കഴിവുള്ളതെന്ന് പറഞ്ഞ് അതിന് പകരം ഞാനിതെങ്ങനെയും പഠിച്ചാൽ എനിക്കൊരു ടീച്ചർ ആവാൻ പറ്റും എന്ന് പറഞ്ഞ് പഠിച്ചു വരുന്ന കുറേ ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു ജോബിനോടുള്ള താല്പര്യക്കുറവ്. അതാണ് അത്രയ്ക്കും ഒരു ഡിവോട്ടഡ് അല്ല ആ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അത് എയിം അധികം ഇല്ല. എനിക്കറിയാം, അന്ന് എൻട്രൻസ് ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പുകാർ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. പലരും ചൂസ് ചെയ്തത് ടീച്ചേഴ്സ് ആവാനാണ്. ആ സമയത്ത് ടീച്ചേഴ്സിന് അത്രയും റെസ്പെക്റ്റ് ആണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ടീച്ചർ വന്നാലും ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അതുകൊണ്ടാവാം അതിനൊരു വാല്യൂ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും വാല്യൂ ഇല്ലെന്നല്ല പറയുന്നത്, അല്ല, കുറഞ്ഞു എന്നുള്ള പരമാർത്ഥമാണ്. കാരണം ഞാൻ ആ ഫീൽഡിൽ 32 വർഷം ഇരുന്ന ആളാണ്. വളരെ വ്യത്യാസം. ഇപ്പോൾ ഞാൻ തന്നെ പറയാം, ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ടീച്ചേഴ്സ് മറ്റുള്ള ടീച്ചർ അങ്ങനെയില്ല. ടീച്ചേഴ്സ് എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെ റെസ്പെക്റ്റബിൾ ആണ്. അപ്പോൾ ഒരു ടീച്ചർ വന്നാൽ ഞങ്ങൾ ഏത് വിഷയം നോക്കിയിട്ടല്ല അങ്ങ് എണീക്കും, ടീച്ചറിനെ വിഷ് ചെയ്യും. പക്ഷേ ഇപ്പോൾ പിന്നീട് ഞാൻ കണ്ടത്, ഇപ്പോൾ വിമൻസ് കോളേജിൽ ഞാൻ 16 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ച് കുട്ടികൾ എണീക്കുന്നു, കുറച്ച് കുട്ടികൾ ഇരിക്കുന്നു. അതായത് എൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി പഠിപ്പിക്കുന്ന കുട്ടികൾ എണീക്കുന്നു, മലയാളം പഠിക്കുന്നവർ ഇരിക്കുന്നു. മാറ്റങ്ങൾ അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, നാളെ ഞാൻ വരുമ്പോൾ ആരും എണീക്കരുത്, എല്ലാവരും ഇരുന്നോളൂ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എണീക്കുക, ഇരിക്കുക എന്നൊക്കെ അതൊക്കെ ഒരു ചടങ്ങല്ലാതായി. പിന്നെ ഇപ്പോൾ വാസ്തവത്തിൽ വിമൻസ് കോളേജിൽ നിന്നല്ല ഏത് കോളേജിലും ഇപ്പോൾ രാഷ്ട്രീയമാണ് കൂടുതൽ അവിടെ നടക്കുന്നത്. എല്ലാവർക്കും പാർട്ടിയുണ്ട്. പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ട്. അതൊക്കെ കൂടെ വരുമ്പോൾ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ. രാഷ്ട്രീയം വർഗീയതയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ സ്കൂളുകളിലും നമ്മുടെ സംസ്ഥാനത്തും അല്ലേ? പിന്നെ അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സ്, ചില ടീച്ചേഴ്സ് വളരെ മിടുക്കരായവരുടെ മിടുക്ക്, സാമർഥ്യം, കഴിവ് ഇതൊന്നും കുട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അവർ വിടുകയാണ്, വെച്ചാൽ നമ്മൾ വഴക്കിനൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ചിലർ നിർബന്ധമായിട്ടും പഠിപ്പിച്ചടങ്ങുമെന്ന് പറഞ്ഞ് ചിലർ വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും.
പക്ഷേ എളുപ്പം കുട്ടികൾക്ക് ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നതാണ്. ടീച്ചർ ഇത്രയും കാലത്തെ കോളേജ് ജീവിതത്തിനിടയിൽ ഈ സരസമായ കഥകൾ ധാരാളം എഴുതിയെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏതെങ്കിലും ഒരു കഥയെക്കുറിച്ചിട്ട് എന്താണ് അങ്ങനെ എഴുതാനുള്ള സാഹചര്യം? അത് വിദ്യാലയം, ഇത് കലാലയം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. അത് വിദ്യാലയം, ഇത് കലാലയം. അത് സംഭവം എന്താണെന്ന് ഞാൻ പറയാം. ഒരു സമരം, UGCയുടെ അനുബന്ധിച്ചുള്ള ഒരു സമരമാണ്. ആ സമര സമയത്ത് വിമൻസ് കോളേജിലും മെൻ സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടത്, ഒരു ടീച്ചർ ഒപ്പിടാൻ പോയപ്പോഴത്തേക്ക് അവിടെ കാലിങ്ങനെ നീട്ടി വെച്ച് സാറിയിരുന്നു, ഒരു സാറ്. അപ്പോൾ ടീച്ചറിന് ഒപ്പിടാൻ പോയായിരുന്നു. പ്രിൻസിപ്പൽ രജിസ്റ്റർ വെളിയിലേക്ക് കൊടുത്ത് ഒപ്പിട്ട് പോയി. അത് ഞാൻ മുകളിൽ നിന്ന് കാണുകയായിരുന്നു. അത് എൻ്റെ ടീച്ചറായിരുന്നു. അത് ഞാനന്ന് സമരത്തിൽ പങ്കെടുക്കാതെ മുകളിലുണ്ട്. പിന്നെ കരിങ്കാലി എന്നൊക്കെ വിളിച്ചു. അതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് അന്ന് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ ടീച്ചർ ഈ ബുദ്ധിമുട്ടിച്ചെന്ന് പെടുകയാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ ഒരു വെറും ലെക്ചറർ മാത്രമാണ്. അന്ന് എനിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അന്ന് എഴുതിയതാണ്. ഒരു കുട്ടി, 15 വയസ്സായ ഒരു കുട്ടി കോളേജിൽ വരുന്നു, പഠിക്കാൻ വരുന്നു. പക്ഷേ അവൻ ഇതാണ് കണ്ടത്. ഈ കാഴ്ച ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ ചെന്ന അമ്മയോട് പറയുന്നമ്മ, പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോറ് കൊണ്ടുവരിക, സമരം, കുട്ടി തിരിച്ചു പോകുന്നു. അവൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവൻ ഒരു അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് പിന്നെ എനിക്ക് പറ്റിയതല്ല, കാരണം അവിടെ ഇന്ന് സമരവും ബഹളവും, ക്ലാസ് എടുക്കുന്നില്ല, അമ്മ തരുന്ന ചോറും കഴിച്ച് ഞാനിങ്ങനെ മടങ്ങുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ, കുറച്ച് തൈകളൊക്കെ കൃഷി തുടങ്ങി ഇവിടെ ജീവിക്കാം, അല്ലാതെ ഇത് ശരിയാവില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ സ്കൂളിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, അത് വിദ്യാലയം, ഇത് കലാലയമാണ്, ഇവിടെ വേറെ അഭ്യാസങ്ങളും കലകളൊക്കെ ഇപ്പം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇതിൻ്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടായി വീണ്ടും. ഇത് ജി വിവേകാനന്ദൻ സാറ് പത്രാധിപരായിരുന്ന സമയത്ത് കേരള കൗമുദിയുടെ വീക്കെൻഡിൽ ഞാൻ എഴുതുമായിരുന്നു ഇതുപോലെ ആർട്ടിക്കിൾ. ഇത് അതിൽ വന്നപ്പോഴത്തേക്കും അടുത്ത ദിവസം എന്നെ സ്റ്റാഫ് വളഞ്ഞു ചോദിച്ചു, ഈ മുദ്രാവാക്യം വിളിച്ചിരുന്നു, എന്ത് അതിശയമേ മനുഷ്യൻ്റെ തൊലിക്കെട്ടി എത്ര ഭയങ്കരമേ എന്ന് വിളിച്ചു. അത് ഞാൻ അത് തന്നെ എഴുതിയിരുന്നു. അപ്പോൾ ചോദിച്ചു, മുദ്രാവാക്യം ഒന്ന് മാറ്റി എഴുതി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ് നമ്മൾ ആക്ഷേപഹാസ്യമായിട്ട് എഴുതുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ബീജം അത് നമ്മൾ വരുമ്പോഴാണല്ലോ എഴുതാൻ തോന്നുന്നത്. അത് എഴുതാറുണ്ട്. പിന്നെ സ്ത്രീയും മഹിളയും എന്ന് പറഞ്ഞൊരെണ്ണം എഴുതി. അതും ഇതുപോലെ, അത് ഒരു ട്രെയിനിൽ ഞാൻ കയറുമ്പോൾ ഒരു പഴയൊരു പയ്യനെ കണ്ടു. അപ്പോൾ കഷണ്ടിയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ വിദ്യാർത്ഥിയാണ്, ഫാമിലിയൊക്കെ എന്ത് ചോദിക്കാൻ, പെട്ടെന്ന് ചോദിച്ചു, കുടുംബമൊക്കെ ഇല്ല ടീച്ചർ, കല്യാണം കഴിച്ചില്ല. ഞാൻ നോക്കി നടക്കുകയാണ്, പക്ഷെ നാട് മുഴുവൻ മഹിളകളുണ്ട്, സ്ത്രീകളില്ലെന്ന്. അത് ഞാൻ കേട്ട് ട്രെയിനിൽ കയറി ആലോചിച്ച് എന്തേ കുട്ടി പറഞ്ഞെന്ന്. അപ്പം അതിനെ ഞാനൊന്ന് ഡിഫൈൻ ചെയ്ത് എഴുതി. അത് പിന്നെ വലിയ പ്രശ്നമായി. സാധാരണ പുസ്തകം എഴുതുന്നവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇത്രയും തിരക്ക് പിടിച്ച അധ്യാപക വൃത്തിയിലും പുസ്തകങ്ങൾ എഴുതാറുണ്ടായിരുന്നു. അത് കൂടാതെ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് വളരെ താല്പര്യമുള്ള മറ്റൊരു രംഗമാണ് ആകാശവാണി. വായിക്കുന്നത് രാമചന്ദ്രൻ. എൻ്റെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ആകാശവാണിയിൽ സരസ്വതി അമ്മ എന്ന് പറഞ്ഞ മഹിളാലയം ചേച്ചി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ സ്കിറ്റ് എഴുതുമായിരുന്നു, അരമണിക്കൂർ സ്കിറ്റ്. അത് ഈ മഹിളാലയത്തിൽ വരും. ചേച്ചിയുടെ പ്രേരണ കൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് പിന്നെ സേവാസദൻ എന്ന് പറഞ്ഞിട്ട് പ്രേംചന്ദിൻ്റെ ഹിന്ദിയിലെ ഒരു നോവലിനെ നാടകാവിഷ്കരണം അത് ചെയ്തു. പിന്നെ ഹിന്ദി ടോക്ക് കഥകൾ റേഡിയോയിൽ. ഹിന്ദിയിൽ ഉള്ള നോവൽസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദാൻ പ്രദാൻ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതിൽ നല്ല ഭാരതീയ ഭാഷകളിലെ നല്ല നോവലുകളെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യും ആദ്യം, എന്നിട്ട് അത് മറ്റ് പ്രാദേശിക ഭാഷകളിലേക്ക്. അങ്ങനെ ഞാൻ 2 പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് നാഷണൽ ലിസ്റ്റ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ. അപ്പോൾ ഈ പുസ്തകം എഴുതാനും മറ്റ് പല കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ടാവണം അല്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? അല്ല, ഞാൻ 1994 റിട്ടയർ ചെയ്തു. ആ വർഷം തന്നെ കാലടി യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ
സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തു 4 അത് ഒരു പ്രവർത്തനം കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചൊരു ഞങ്ങളുടെ അടുത്തൊരു അനാഥ മന്ദിരമുണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം ചെലവഴിച്ചു. യൂറോപ്പിലുള്ള കുട്ടികൾക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുത്തശ്ശിമാരെയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ എപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അമ്മാമ്മയോ അച്ചാമ്മയോ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു കുറവ് യൂറോപ്പിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്, തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശീര സംസ്കാരമുണ്ട്. കാരണം നമുക്ക് മറക്കില്ല, ഇപ്പം ഇത്രയും പ്രായത്തിൽ ഞാൻ അമ്മൂമ്മയുടെ ഉപദേശങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും വെച്ചാൽ നമുക്കിപ്പോൾ വേറെ ജോലിയൊന്നുമില്ല, ക്ഷമയോടെ സഹനശക്തിയോടെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട്, പക്വതയുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ മുത്തശ്ശിമാർ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ്. അപ്പോൾ കഴിയുന്നതും വലിയവരിൽ നിന്ന് വിട്ടു നിൽക്കും. കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും സമാധാനവും നമുക്ക് വാർദ്ധക്യത്തിൽ ഒരിടത്തുനിന്ന് കിട്ടില്ല. ആനന്ദ് ടി വിയിലൂടെ നമ്മളിപ്പോൾ യുവർ ഷോ എന്ന് ചെയ്യുന്നത് തന്നെ നമ്മുടെ മലയാളികൾക്കുള്ള അച്ചീവ്മെൻറ്റ്സ് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മുത്തശ്ശിമാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടെ തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ പ്രോഗ്രാമിലൂടെ പങ്കെടുത്ത് കുട്ടികളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കൂടെ ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. ഒരു വലിയ വരം പോലെയാണ് ഞാനത് കേൾക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും ഞാനിപ്പോൾ ഈ വാർദ്ധക്യത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ അനുഭവ സമ്പത്ത് അതൊരു നിധിയാണ്, അത് മാത്രമാണ് ബാക്കി. ഇപ്പോൾ ഈ പ്രായത്തിൽ മനസ്സിൽ മറ്റുള്ളവരോട് വാത്സല്യം, വിശേഷം കുഞ്ഞുങ്ങളോട്, അത് മാത്രമാണ് ഉള്ളത്. അത് പങ്കിടാൻ, അത് നമ്മുടെ കുട്ടിയും മറ്റേ കുട്ടിയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ കുട്ടികളായിട്ട് തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് അത് സന്തോഷമേ ഉള്ളൂ. കുട്ടികൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കാരണം ഇത്തരം കഥകൾ കേൾക്കുന്നതും നമ്മുടെ മുത്തശ്ശി കഥകളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. ഏതായാലും ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും മോനോടും പിന്നെ കുടുംബത്തോടും വന്ന് കഴിയാൻ വേണ്ടി വന്നതിനിടയിലും നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നതിൽ ആനന്ദ് ടി വിയുടെ പേരിൽ നന്ദി പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ നേരിട്ട് കണ്ട് നന്ദി പറയാനും കൂടെയാണ് വന്നത്. കുറേ നാളായി ഞാൻ ഇവിടെ വരികയും പോവുകയും ചെയ്യുമ്പോൾ എനിക്കൊരു വിനോദം എന്ന് പറയുന്നത് ഞാൻ ടി വി കാണും. വിശേഷം മലയാളം ടി വി എനിക്ക് വേണ്ടി മകൻ എല്ലാം ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതലും ആനന്ദ് ടി വിയാണ് കാണുന്നത്. ഒന്നാമത് രാവിലത്തെ ഭക്തിഗാനങ്ങൾ, പിന്നെ ഞാൻ വീട്ടിലിരുന്ന് മലയാളികളെ പരിചയപ്പെടുകയാണ്. മലയാളവും മലയാളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ വന്ന മലയാളികൾ, അതിൽ പ്രഗത്ഭരായ ആൾക്കാർ, പ്രതിഭാശാലികളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലിരുന്ന് സുഖമായിട്ടിരുന്ന് അവരെ കാണുകയും പരിചയപ്പെടുകയും അവരെ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ്. അതിനവസരം തന്നതിന് ശ്രീകുമാറിനോടും ആനന്ദ് ടി വിയോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് ആശംസകൾ. വീണ്ടും വീണ്ടും ഒരു പ്രവർത്തന മണ്ഡലം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൊഫസർ പത്മകുമാരി ടീച്ചറുമായിട്ടുള്ള സംഭാഷണം ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണും വരെ നന്ദി, നമസ്കാരം.